എഴുത്ത്, വായന, അഭിനയം ഈ മൂന്നുമായിരുന്നു ആ കുടവട്ടൂർക്കാരന്റെ ജീവശ്വാസം. സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വത്തിനേക്കാളും അരക്ഷിത കലാജീവിതം സ്വപ്നം കണ്ട അയാളെ മലയാളി കണ്ട ഏറ്റവും വലിയ കലാകാരന്മാരുടെ ഒരു സൗഹൃദ സദസ്സ് ഊഷ്മളപൂർവ്വം വരവേറ്റു. സാക്ഷാൽ കടമ്മനിട്ടയും നരേന്ദ്രപ്രസാദുമൊക്കെയുള്ള ആ വമ്പൻ സംഘത്തോടൊപ്പമുള്ള സഹവാസങ്ങളിൽ സുടം ചെയ്യപ്പെട്ട അദ്ദേഹത്തിലെ നടൻ ഞാറ്റടി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് വലതുകാൽ വെച്ചെങ്കിലും സെൻസർ ബോർഡ് നിരോധനത്തിൽ കുരുങ്ങി ചിത്രീകരണ ശേഷം പടം പെട്ടിയിൽ തന്നെ ഇരിക്കുക എന്ന ദുര്യോഗത്തിനിരയായി. എങ്കിലും അരങ്ങുകളുടെ തുടർച്ചയിൽ അഭ്രപാളികൾ അയാളെ 5 കൊല്ലത്തിനു ശേഷം തിരികെ വിളിക്കുക തന്നെയായിരുന്നു. MT ഹരിഹരൻ ചിത്രത്തിലെ പ്രതിനായക വേഷത്തിലൂടെയായിരുന്നു ആരും മോഹിക്കുന്ന ആ രണ്ടാം വരവ്. അതെ, നായകൻ, പ്രതിനായകൻ, സഹനടൻ, സ്വഭാവ നടൻ എന്നിങ്ങനെ കഥാപാത്ര വലിപ്പങ്ങളെക്കാൾ അഭിനയ സാധ്യതയെ പരിഗണിച്ച് അനിതര സാധാരണമായ കരിയറിന്റെ ഉടമയായ ഒരു നടൻ, കരുത്തുറ്റ നടൻ. ഓർമ്മയിലെന്നും മുരളി. ആരുമില്ലാണ്ടായപ്പോ എന്റെ പെങ്ങക്ക് ഈ ഉണ്ടായുള്ളൂ. ഇനി എന്റെ മകന്റെ മേത്തങ്ങാനം തൊട്ട കൊച്ചിരോമൻ നിന്റെ കൊളയെടുക്കൂടാ. 100 പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല. കൊരങ്ങൻ മണിവള തിളങ്ങണ കയ്യാലെ വിരൽ തൊട്ടി വിളിക്കണതാരാണ്? വക്കുവടം പിടിക്കുന്ന കയ്യായത്. നല്ല ഉറപ്പുണ്ട്. തരിപ്പുള്ളവന്മാരുണ്ടെ വരടാ. മകളെ പാതിമലരേ നീ ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കയ്യിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടിനാര് പോലും വിറയ്ക്കാതെ കാഞ്ചി വലിക്കാനും നിനക്ക് പഠിപ്പിച്ചെന്ന് ശേഖരനാ. കാര്യഗുരുക്കളാന്ന് പറയുന്നത്. എനിക്കുള്ള ഒരു വഴിതരണം കുറത്തെ. ഇവളുടെ കെട്ടുതാലി വരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചു. മൂരാച്ചികളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരം അല്പം കൂടുതലായിരിക്കും എന്നറിയാം. ഇപ്പൊ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എന്റെ മക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോവുക. ഓർമ്മയിലെന്നും